എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നക്കൽ ഓപ്റ്റിക്കൽസ്, എരമല്ലൂർ. പാതയം പദ്ധതിയുമായി NSS വിദ്യാർത്ഥികൾ സർക്കാർ ആയുർവേദ ആശുപത്രിയിലെത്തി. NSS ദിനമായ സെപ്റ്റംബർ 24 ചൊവ്വാഴ്ച പറവൂർ SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ 50 കിടപ്പ് രോഗികൾക്ക് തങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണ പൊതികൾ വിതരണം ചെയ്തു. ചടങ്ങിൽ PTA പ്രസിഡന്റ് KB സുഭാഷ് അധ്യക്ഷത വഹിച്ചു. നടക്കുമ്പോൾ SNV സ്കൂളും നന്ദിയാട്ടുന്നത്തെ എല്ലാ റോഡുകളും ശുചീകരിച്ചുകൊണ്ട് സ്കൂൾ പരിസരം ശുചീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി. അതോടൊപ്പം തന്നെ ആഗസ്റ്റ് 15-ാം തീയതി പോഷകാഹാര പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ പച്ചക്കറി തൈകൾ നട്ടുകൊണ്ടുള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും പച്ചക്കറി വിത്തുകൾ നൽകി സ്വയം പര്യാപ്തത നേടുക, പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുക എന്നുള്ള പദ്ധതിക്ക് കൂടി ഇവർ തുടക്കമിട്ടിട്ടുണ്ട്. അങ്ങനെ വിവിധ സാമൂഹ്യ സേവന രംഗത്ത് തൽപരരായിക്കൊണ്ട് എനിക്കല്ല നിങ്ങൾക്കാണ് എന്നുള്ളൊരു മുദ്രാവാക്യം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മഞ്ജു ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ V ബിന്ദു, NSS കോർഡിനേറ്റർ KV സംഗീത, അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രജിത് P അശോക്, പ്രമോദ് കുമാരി KV, അൻവിത സായി കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ആയുർവേദ ആശുപത്രിയിലെ കിടപ്പ് രോഗികൾക്ക് അന്നം നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഈ അന്നദാന പദ്ധതി അവരുടെ വീടുകളിൽ അമ്മമാർ വെച്ച ആ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഭാഗം ഇവിടുത്തെ രോഗികൾക്ക് നൽകിക്കൊണ്ട് ഏറ്റവും പുണ്യമായ ഒരു ചടങ്ങാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ NSS വോളണ്ടിയേഴ്സ് സാമൂഹ്യ സേവന രംഗത്ത് എപ്പോഴും തൽപരരായി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം മാത്രം വീണ്ടും സൂചിപ്പിക്കപ്പെടുകയാണ്. ഈ വയനാട് നടന്ന മഹാദുരന്തത്തിൽ ഏതാണ്ട് 600ഓളം വീടുകൾ നമ്മുടെ സഹോദരന്മാരുടെ വീടുകൾ നഷ്ടപ്പെട്ടപ്പോൾ NSS വോളണ്ടിയേഴ്സ് അവർ ദിവസവും ഉപയോഗിക്കുന്ന മിഠായിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു 10 രൂപ മാറ്റിവെച്ചുകൊണ്ട് 7.5 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ടുള്ളൊരു NSSൻ്റെ പേരിലൊരു വീട് നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമിട്ട് അതിന് SNV സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും അതിനുവേണ്ട പൈസ എടുത്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിക്ക് ഈ പൈസ നൽകിക്കൊണ്ട് ന്യൂസ് ബ്യൂറോ പറവൂർ.